സുർജിത്ത്, ഈ ബേലൂർ മക്കന ദൗത്യം എന്തായി? ഇപ്പോൾ എന്താണ് സാഹചര്യം? ഗോപി, ഈ ബേലൂർ മക്കനയ്ക്കൊപ്പം ഇന്നലെ ഒരു മോഴ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്ത് വന്നിട്ടുള്ളതാണ്. എന്തായാലും ആ ദൃശ്യങ്ങളുടെ പിൻപറ്റിയുള്ള അന്വേഷണമാണ് വനം വകുപ്പ് നടത്തിയിരുന്നത്. പക്ഷേ ഇന്നും ആ മോഴയാന വിടാതെ ഈ ബേലൂർ മക്കനയ്ക്കൊപ്പം പിന്തുടരുന്നു എന്നുള്ള തരത്തിലുള്ള തെളിയിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേലൂർ മക്കനയ്ക്കൊപ്പമുള്ള ഈ ആ മോഴയാന ഇന്ന് RRT സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇത് വിടാതെ ഈ ആനയെ, അതായത് ഈ മോഴയാനയെ മറ്റൊരു മോഴയാന പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ RRT സംഘം ഈ ആനയെ ട്രാക്ക് ചെയ്യാനും അതിനെ മയക്കുവെടി വെക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ ശ്രമം പക്ഷേ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നമാണ്. കാരണം അടിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് ഈ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ പല മേഖലയും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദൗത്യം പൂർണ്ണാർത്ഥത്തിൽ എത്താത്തത്. പക്ഷേ ഇതിനൊപ്പം തന്നെ ഈ ദൗത്യത്തിലെ മറ്റൊരു പ്രതിസന്ധിയാണ് ഒരു മോഴയാന കൂടി ഈ ബേലൂർ മക്കനയുടെ ഒപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഇന്ന് RRT സംഘം ഏതാണ്ട് അടുത്തുവരെ, ഈ ആനയ്ക്ക് അടുത്തുവരെ പല ഘട്ടങ്ങളിലും എത്തിയതാണ്. നമുക്ക് സുർജിത്ത്, ഇതിന്റെ തുടർന്നുള്ള റിപ്പോർട്ടിങ്ങിന് മുമ്പ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം. ശരി സുർജിത്ത്, പറഞ്ഞോളൂ. ഇതാണ് ആ ദൃശ്യം. അതായത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആനയെ പിന്തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. ആനയ്ക്ക് അടുത്ത് വരെ എത്തുന്നു. പക്ഷേ പലപ്പോഴും പ്രതിസന്ധിയാവുന്നത് ഒന്ന്, ഈ കുറ്റിക്കാട്ടിൽ ആന പലപ്പോഴും ഒളിച്ച് നിൽക്കുന്ന ഒരു നില, പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന നില, വേഗത്തിൽ ഓടി മാറുന്ന സ്ഥിതി, ഇതൊക്കെ തന്നെയാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ ഇതിൽ മറ്റൊരു പ്രതിസന്ധി കൂടി വന്നെത്തിയിരിക്കുന്നു. അത് ഇതിനൊപ്പം ഒരു മോഴയാന ഇന്നലെ മുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നാഗർഹോളെ വനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ചത്. അതിനുശേഷം ഇത് വീണ്ടും വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക്, അതായത് തോൽപ്പെട്ടി മേഖലയിലേക്ക് തന്നെ എത്തുന്ന സ്ഥിതിയുണ്ട്. ഇന്ന് രാവിലത്തെ ട്രാക്കിംഗ് അനുസരിച്ച് രാവിലെ ബാവലി വനത്തോട് ചേർന്നുള്ള, അതായത് കർണാടക കേരള അതിർത്തിയിലുള്ള തോൽപ്പെട്ടി നാഗർഹോളെ വന്യജീവി മേഖല, അതായത് വനമേഖലയോട് അടുത്ത് കേരളത്തിൻ്റെ ഭാഗമായ തോൽപ്പെട്ടിയിലാണ് ഈ ആനയുള്ളത്. ഈ ആനയ്ക്കൊപ്പം ഏറ്റവും വലിയ രീതിയിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഒരു മോഴയാനയുടെ സാന്നിധ്യമാണ്. ഈ ആന ഈ ബേലൂർ കൊമ്പൻ്റെ ഒപ്പം കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാവുന്നത്. ഇതിൻ്റെ അടുത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ മോഴയാന പോലും ഇങ്ങനെ ഈ RRT സംഘത്തിൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും ദൗത്യം തുടരുകയാണ്. ഏതു വിധേനയും ഇതിനെ മയക്കുവെടി വെക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ലാത്ത സ്ഥിതി വനംവകുപ്പിന് മുമ്പിലുണ്ട്. സ്വാഭാവികമായും അതൊരു വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അവർക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ ദൗത്യത്തിൽ? ഇത് എപ്പോൾ പൂർത്തിയാകുമെന്നാണ് അവർ കരുതുന്നത്? സ്വാഭാവികമായും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ്. അത്തരത്തിലൊരു സമയം നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി തുടർച്ചയായി ഒരേ RRT സംഘം ഈ ദൗത്യത്തിൻ്റെ പിന്നാലെയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വെറ്റിനറി സംഘം, ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവരുടെ മുന്നിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ. അത് ഏത് വിധേനയും ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. കോൺഫ്ലിക്റ്റ് ആനിമലിൻ്റെ പട്ടികയിലുള്ളതാണ്. വയനാട്ടിൽ പ്രശ്നമുണ്ടാക്കിയ ഒരാളെ കൊന്ന ആനയാണ്. സ്വാഭാവികമായും ഇതിനെ വീണ്ടും ഈ വനത്തിലേക്ക് അയച്ചാൽ അത് വീണ്ടും നാട്ടിലിറങ്ങുകയും അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ള അവസാന വഴിയിലേക്ക് തന്നെ വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ദൗത്യം ദുഷ്കരമാവുന്നത് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. കാരണം കൊങ്ങിണി സസ്യം എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ കാട്ടപ്പ പോലുള്ള മുള്ളു നിറഞ്ഞ സസ്യം ഒരാൾ പൊക്കത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു ഭൂമിശാസ്ത്രമാണ് ഈ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ദുഷ്കരമാവുന്നത്. പലപ്പോഴും RRT അംഗങ്ങൾക്ക്
പരിക്കേൽക്കുന്ന വിധത്തിൽ, അതായത് മുറിവ് പറ്റുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരെല്ലാം RRT അംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയാണ്. തുടർച്ചയായി 4 ദിവസമായി അവർ ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. പക്ഷേ ഈ ആനയ്ക്ക് അടുത്തേക്ക് പല ഘട്ടങ്ങളിലും എത്താവുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ആന പലപ്പോഴും ഒന്നുകിൽ പൊന്തക്കാട്ടിലാവും. ആ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ പിൻഭാഗം കിട്ടുന്ന വിധത്തിൽ, അതായത് അതിനെ എയിം ചെയ്യാൻ തക്കതായിട്ടുള്ള രീതിയിൽ ഒരു ഇടം കിട്ടിയാൽ മാത്രമേ, അതിനുള്ള സമയവും അതോടൊപ്പം അത്തരത്തിലുള്ള സന്ദർഭവും കൃത്യമായി കിട്ടിയാൽ മാത്രമേ മയക്കുവെടി ഉതിർക്കുക എന്നുള്ളത്. ശരി, ഏതായാലും വേലൂർ മക്കിന ദൗത്യം പുരോഗമിക്കുകയാണ്.